വാക്കിട്ട് ജോന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമൊന്നും തോന്നുന്നു. കാരണം ഡ്രസ്സ് പോലും മാറാണ്ട്. ഗൈസ് 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 കുഞ്ഞിപ്പെണ്ണ അവിടെ ഇരിക്കണുണ്ട്. അത് ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന, അല്ലെങ്കിൽ കയ്യിലായാനെ കാവടി നുള്ളിക്കൊണ്ടാ പോണത്. പർച്ചേസ് ചെയ്തോണ്ടിരിക്കണ കൈനടി വേണ്ടല്ലോ എനിക്ക്. കിടക്കണയാണ്, കണ്ണും കുഴിച്ച് കിടക്കണയാണ്. ഇങ്ങനെ മോന്തും രാവിലെ കഴിഞ്ഞിട്ട് വെയിറ്റ് ലോസ് ജേണിയില്ലേ? വെയിറ്റ് ലോസ് ജേണി ഒന്നല്ല, ഫാറ്റ് ലോസ് ജേണി. കുളിക്കാം കുളിക്കാം ഇത് കുളിക്കാം നമുക്ക്. രാവിലെ സൈക്കിളിൽ എന്നിട്ട് അമ്മടെ ഒക്കത്തേറി ഇരിക്കണേണ്. അമ്മടെ അത്ര ലെവൽ എന്നിട്ടാണ് അല്ലടാ പിടുത്തം കേട്ടവനെ ഗൈസ്. അപ്പം ഇന്നത്തെ ദിവസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടപ്പെടുന്നു. അവിടെ ഇത്തടി അപ്പൊ സെങ്ക മോൾക്ക് ഇന്ന് വാക്സിനേഷൻ ഉണ്ട് അല്ലേ സയു? കുത്തു വെക്കും സയു. എടാ നമുക്ക് രാവിലെ തന്നെ കലത്തിന്റെ കളറുണ്ടാ ഗൈസ്, കറുപ്പ് കളറായി കഞ്ഞിയായി. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം നേരത്തെയാവും. ഉണ്ടാ സൂപ്പർ മീൻകറിയായി, പിന്നെ പുട്ട് വേണ്ടവർക്ക് പുട്ടായി. അവളുടെ സ്വഭാവം കൂടി ഇരിക്കും ഇന്നത്തെ എൻ്റെ ഒരു ഡേ. വാക്സിൻ എടുക്കേണ്ട ആള് നല്ല ഉറക്കമാണ് ഗൈസ്. വാക്സിൻ എടുത്താൽ പിന്നെ ഇതുപോലെ കിടക്കുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. ഇത് നമ്മുടെ സെങ്ക മോളാണ്, അല്ല സെങ്കല്ല സേറ മോളാണ്. സേറ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബേബി. ഒരായി പറയോ? ഇത് യൂട്യൂബിൽ വീഡിയോ എടുക്കണേണ്. ഒരായി പറയോ? രണ്ടേരും അങ്കമാടി പോണ ബേബിക്ക് ഉമ്മ കൊടുത്തിട്ടൊക്കെ പോണ ഗൈസ്. വാ പോവാ. സൈ കൊടുത്തിട്ടില്ല ഉമ്മ, ഒന്നോടെ കൊടുത്തോ? പോയിട്ട് വന്നറാ. വാക്കിട്ട നിങ്ങള് അമ്മക്ക് സങ്കടം വരും. ഈ ക്ലാസ്സിൽ പോകുമ്പോ നെഞ്ചുവേനെടുക്കും. സംസാരിക്കാണ്ട് പോയാ നമുക്ക് സങ്കടമൊക്കെ ഉണ്ടാവൂല. ഞാൻ കുഞ്ഞു തരാം കെട്ടിപ്പിടിച്ച്. നാളെ ഞാൻ പറഞ്ഞെടുക്കണോ? ഓക്കെ. ഗൈസ് അത് നമ്മൾ സൈനും സേറിനെയും കൊണ്ട് ആക്കി. ഇനി ഇപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിക്കാൻ വേണ്ടി പോണേണ്. നേരം കൊണ്ട് ഇവിടെ ജോഡ വെയിറ്റ് ലോസ് ജേണിയില്ലേ? വെയിറ്റ് ലോസ് ജേണി ഒന്നല്ല, ഫാറ്റ് ലോസ് ജേണി. ഞാൻ ഇങ്ങനെ വെയിറ്റ് ലോസ് ആയില്ലെങ്കിലോ, അതാണ് ഞാൻ അങ്ങനെ പറയണില്ല. സീക്രട്ട് റെസിപ്പിയാണ് വേണ്ടവര് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരൂല. ഓക്കെ. അപ്പൊ ജോ ഉണ്ടാക്കി വന്ന നേരം കൊണ്ട് ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ചിടേ ഗൈസ്. സെങ്കമോളെ കുളിക്കാ. ഹലോ 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 കുളിക്കാം ഇത് കുളിക്കാം നമുക്ക് കുളിപ്പിക്കണായിരിക്കും ഗൈസ്. കാരണം ഇന്ന് ഞങ്ങൾക്ക് 2 ദിവസം കഴിയുള്ള തലയെ കുളിപ്പിച്ചിട്ട് ഇന്ന് നമുക്ക് വാക്സിനേഷനും കൂടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പനി ഉള്ളതുകൊണ്ട് നാളെ എന്തായാലും കുളിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അവളെ നന്നായിട്ട് കുളിപ്പിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അറിയില്ല, ചെറുതായിട്ടൊക്കെ ജലദോഷം ഉള്ളതുകൊണ്ട് അറിയില്ല ഇന്ന് വാക്സിൻ എടുക്കുമെന്ന്. എന്തായാലും നമുക്ക് കൊണ്ടുപോയി നോക്കാം. കാരണം ഇന്നും കൂടെ എടുത്തില്ലെങ്കിൽ ഉള്ള വാക്സിനേഷൻ ഇത് പോകുമല്ലോ. സോ അതെ, അതൊക്കെ അസുഖമുള്ളതുകൊണ്ട്
അതെ അതെ. അപ്പം അങ്ങനെ കുളിപ്പിക്കൽ നടക്കട്ടെ. ആ സമയത്ത് ഞാൻ എൻ്റെ ഷെയ്ക്കിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം ഗൈസ്. അയ്യോ എനിക്ക് ഇതും പിടിച്ചോട്ട് ഒഴിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പം ഞാൻ ആസ് യൂഷ്വൽ പുട്ടും പഴവും കുറേ നാൾക്ക് ശേഷം ഗൈസ്. സംഘപ്പണ അവിടെ കുളിയേക്കാൻ അവിടെ കിടക്കുന്നുണ്ട് കുറച്ച് നേരം. ഗൈസ് ഇത് ഇന്നെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇതോ ഇപ്പോൾ കുടിച്ചു തീർത്തത്. ഇതാണ് ഷെയ്ക്കിൻ്റെ കൺസിസ്റ്റൻസി. നീ വായിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ കാണാൻ പറ്റും. ഇങ്ങനെ മോന്തും രാവിലെ കഴിഞ്ഞിട്ട് സൂപ്പർ എന്നാണ് പറഞ്ഞത്. ഇന്ന് ബ്ലൂബെറി അല്ലേ? യെസ്. പുറത്തേക്ക് ഇറങ്ങി അല്ല വാക്സിൻ എടുക്കാൻ വേണ്ടി ഇറങ്ങി. പോരാത്തന്നെ ജോ ജിമ്മിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ബേബി ഇവിടെ കിടക്കണയാണ്. ജോ വരുന്നുണ്ട്. ഇവിടെ പോകുന്നുണ്ട് ഇപ്പുറത്തുനിന്ന് കയറാൻ വേണ്ടിയിട്ട്. കാരണം ബേബിനെ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ജോനോട് പുറകിൽ ഇരിക്കാൻ പറഞ്ഞത്. AC കൂട്ടിയിരുന്നല്ലേ? അപ്പോൾ നമ്മളിവിടെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വീടിൻ്റെ അടുത്തുള്ള നഗര കുടുംബാരോഗ്യ കേന്ദ്രം മൂലംകുഴി. സംഗമോളെ ഇഞ്ചക്ഷൻ വെക്കാം. ഒരു കുത്ത് വിടാം അല്ലേ? എന്താടി നിന്നല്ലേ വെത്തണ കൊച്ചിനല്ലേ? എന്നെ കേറ്റൂല. അമ്മമാരെ കണ്ടേ. ഞാൻ പറയാം. ആ ശരി, നീ പറ. ഞാൻ പറയാം. ജോലി മെന്റലായി തുടങ്ങിയിട്ടുണ്ട്. ടെൻഷനായിട്ട് കോച്ചിന് വാക്സിൻ എടുക്കാൻ പോകുമ്പോ അട്ടേസിക്കൊന്ന് എൻ്റെ അടുത്ത് കൈസ് പറയണേ നീ കരയാൻ നല്ലപോലെ കരയുമ്പോൾ നല്ല ഉണ്ടാവും. കാവടി നുള്ളിക്കൊണ്ടാ പോണത്. നമ്മൾ വാക്സിൻ എടുത്ത് 3 എണ്ണം കുത്തി കഴിക്കാൻ പറ്റാൻ അപ്പറയില്ല. ആളിപ്പോൾ ഉറക്കണേ. എങ്ങനെയുണ്ട് ഇപ്പം? എങ്ങനെയുണ്ടാ? അപ്പം നമ്മൾ വാക്സിനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ബേബിനെയും കൊണ്ട് വന്നേക്കണത് ജോയുടെ വെയിറ്റ് ലോസ് ജേണിയായ ജിമ്മിലേക്കാണ് ഗൈസ്. ജോയിൻ നല്ലൊരു പിന്നെ ഫാറ്റ് ലോസ്, ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടി. ഗായ്സ് നാളെ കുഞ്ഞിപ്പെണ്ണ ഇവിടെ കിടക്കണയാണ്. കണ്ണും മുഴിച്ച് കിടക്കണയാണ്. ഉറങ്ങിയിട്ടില്ല. ആൾക്ക് ഇവിടെ ആദ്യത്തെ ദിവസം ഭയങ്കര അലമ്പായിരുന്നു. പക്ഷേ ഇപ്പം ആളിവിടെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ കിടന്നോളും, ഇങ്ങനെ കിടന്നോളും, വലിയ ശല്യമില്ല. അവിടെ ഭയങ്കര വർക്കൗട്ടിലാണ് ഗൈസ്. അവിടെ കുഞ്ഞിപ്പെണ്ണ എഴുന്നേറ്റ് കാണുമ്പോ മനസ്സിലാണ്ട് ചത്തിരിക്കണേന്ന്. വെരി ബിസി ഡേ. അപ്പൊ നമ്മൾ ജിമ്മിലൊക്കെ കഴിഞ്ഞ് ഞാൻ വർക്കൗട്ട് ചെയ്തു, ജോ വർക്കൗട്ട് ചെയ്തു, ജോ കൊച്ചിന് ഫീഡ് ചെയ്തു. അതിന് വരാൻ പോണുള്ളൂ. രാത്രിത്തേക്ക് എന്താണെന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റും. അത് ആ തുടക്കത്തിലുള്ള ആ ഒരു 1 month ഒക്കെ അവള് കുഞ്ഞാണല്ലോ. ഇന്ന് നേരെ വീട്ടിലോട്ട് പോണാണ്. ചക്കപ്പെണ്ണിനെയും കുഞ്ഞിപ്പെണ്ണിനെയും വിളിക്കണ്ടേ? ചക്കപ്പെണ്ണിന് സമയമായിട്ടില്ലല്ലോ. കണ്ട അപ്പൊ തരാം. ഇവിടെ വെക്ക്, അവിടെ വെക്ക്, അവിടെ വെക്ക്. ഗൈസ് നമ്മള്
ഞാൻ ഗെയിനിങ് ആണല്ലോ ഗൈസ്. ജോ അത് ബാഡ് ഫാറ്റ് അല്ലേ? നീ എന്താ തരാ അപ്പൊ വേണ്ടല്ലോ എനിക്ക്. അല്ലെങ്കിൽ ഗൈസ് ഞാനിവിടെ ചത്ത് കിടന്ന് ഒരു ലഡു വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞാലും ഒരു 2 ദിവസം എടുക്കും. ഇന്ന് പറയാണ്ട് വാങ്ങിച്ചിട്ടുണ്ടോ നിങ്ങള്? അത് അതുപോലെ പൊജ്ജി. അങ്ങനെ നമ്മള് വർക്ക്ഔട്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്താണ്. ആക്ച്വലി നമ്മൾ വേഗം വീട്ടിലടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ പ്ലാനിങ് ഒക്കെ തെറ്റി. വീട്ടിലെത്തിയ റെസ്റ്റ് നിർബന്ധ. കുളിച്ചു, ഇതുങ്ങളെയും കൊണ്ട് ക്ലാസ് കഴിഞ്ഞ് വന്നു. ഇതുങ്ങൾക്കൊന്ന് ചായയോടെയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോയി ഷോപ്പ് ചെയ്യണം. കുറച്ച് ഷോപ്പ് ചെയ്യേണ്ട. കാരണം നാളെ മറ്റന്നാളൊക്കെ ലീവ് ആയിരിക്കും. ഹോളിഡേ ആയതുകൊണ്ട് കടകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. സോ ഞങ്ങൾ കുറച്ച് ഈസ്റ്റർ പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ്. അമ്മച്ചി പരിസരത്ത് എവിടെയോ നിൽപ്പുണ്ട്. സോ ഇപ്പൊ നമുക്ക് അമ്മച്ചിനെ കണ്ടുപിടിക്കാം. നമ്മള് ഷിപ്പ്യാർഡിലോ ഞങ്ങളാണ് വിചാരിക്കുന്നത്. അപ്പുറമാണ് ഇവിടുത്തെ തിരക്ക്. പോരാത്തിന് സാധനങ്ങളും എല്ലാം തീർന്നിട്ടുണ്ട്. ആ ഒരവസ്ഥ. നമ്മുടെ കൊട്ട ഇതാണ്. സൈക്കുട്ടൻ ഇതാണ്. ജോട പർച്ചേസ് ചെയ്തോണ്ടിരിക്കുന്നത്. കൈനടി ഇഞ്ചി ചുക്ക് എടുത്തായിരുന്നു. ഉണ്ടോ ചുക്ക്? ഉണ്ടെന്നോ വേണം. നമ്മളിവിടെ കുണ്ടനുള്ള സുൽത്താനിൽ വന്നേക്കണാണ്. കുഞ്ഞിപ്പെണ്ണ് അവിടെ ഇരിക്കുന്നുണ്ട്. അത് ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന, അല്ലെങ്കിൽ കയ്യിലായാന്. സീറമോൾ ഒറ്റക്ക് കഴിക്കണ ഭക്ഷണം അല്ലേ? സൈക്കോട്ടിനും ഫുള്ളും കഴിക്കണുണ്ട് ഇപ്പൊ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇന്ന് നേരെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ഇത്തിരി തിരക്കാണ്. സോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും ഉണ്ടാവില്ല. കാരണം നമ്മളെല്ലാവരും വെരി വെരി ബിസി ആയിരിക്കും. വാക്സിനേഷനിൽ ഞങ്ങൾ എണീക്കുമ്പോൾ 10 മണി അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ആക്ച്വലി നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യായിരുന്നു 6 മണിക്ക് എണീക്കും. പക്ഷേ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഗായ്സ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് ജോന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമൊന്നും തോന്നുന്നത്. കാരണം ഡ്രസ്സ് പോലും മാറാണ്ട് ജോ ഈ പാട്ടയൊക്കെ നിറച്ചോണ്ടേ ഇരിക്കണാണ്. അപ്പം ജോയുടെ ഫേസ് ഉണ്ട് കഴിക്കുമ്പോൾ ഒരു ഇഷ്ടമില്ലാണ്ടാ ചെയ്യുന്നത്. പക്ഷെ ആൾക്ക് നല്ല ഇഷ്ടമാണ് ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പല വട്ടമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നൊരു കാര്യം ചെയ്ത് എനിക്ക് ഇഷ്ടമായി പോയിക്കോനാട്ടോ. മാറി അതെ. അപ്പൊ ഇനി ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല. ഞാൻ വരാനത് എനിക്കറിയായിരുന്നു നിന്നെ കാണാൻ. ഇതിലിപ്പോ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. മേടിച്ച സാധനങ്ങളും അല്ല, ഇത് വൈൻഡപ്പാണ്. ടാറ്റ പറഞ്ഞ് പോണം. സോ ഇന്നലെ ആക്ച്വലി നിങ്ങൾ കണ്ട ഞങ്ങൾ ഏറ്റവും മോസ്റ്റ് ബിസിയസ്റ്റ് ഡേ ആയിരുന്നു. അതിനകത്ത് പകുതി നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പകുതി നമുക്ക് ചെയ്യാൻ പറ്റില്ല. മാറി രണ്ടുപേരും മാറിക്കോ. വടി ഞാൻ എടുക്കണുണ്ട്. ഫുഡ് കഴിക്കാനൊക്കെ പോയി എടുത്ത്. നമുക്ക് നൈറ്റ് ഡിന്നർ ഇവിടെ ഇപ്പൊ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഡിന്നർ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കുന്നത് പോസിബിളേ അല്ല. സോ ഞങ്ങളിന്ന് പുറത്ത് വന്നിട്ടുണ്ടാക്കണേ. കുഞ്ഞൊരു ഈസ്റ്റർ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കുഞ്ഞൊരു ഈസ്റ്റർ ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞു. നമ്മളിത് ഒരു 10 o'clock ആയപ്പോൾ വീട്ടിലെത്തി. ഇപ്പൊ മാക്സിമം നമ്മുടെ എനർജി എക്സോസ്റ്റഡ് ആയി. പിന്നെ ഒരു തുള്ളി പോലെ എണീറ്റിരിക്കാനുള്ള ആരോഗ്യമില്ല ഗൈസ്. കാരണം ഈ 3 എണ്ണത്തിനെയും കൊണ്ട് നമ്മൾ എല്ലായിടത്തും നടക്കണം. അതുകൊണ്ട് എനിക്ക് റീസൺ ടയേർഡാണ് ഗൈസ്. നാളത്തെ എൻ്റെ ജിം ലൈഫ് എന്ന് പറയുന്നത് കൂടെ ഉണ്ടാകും. അതായത് ഇനി തിങ്കളാഴ്ച ഞങ്ങൾ ക്ലാസ് ഉള്ളൂ നിങ്ങൾക്ക്. കാരണം സോ ടയേർഡായിരിക്കും നാളെയൊക്കെ. അപ്പോൾ സോ ഞങ്ങളുടെ ഒരു ബിസി ഡേ ആയിരുന്നു ഇന്ന്. ബിസി ഡേ മീൻസ് ഞങ്ങൾ മോർണിംഗ് എണീറ്റപ്പോൾ ഡിലേ ആയതുകൊണ്ടാണ് അത്രയും ബിസി ആയി പോണത്. മോർണിംഗ് പക്ഷെ നേരത്തെ എണീക്കുക എന്നുള്ളത് ക്ഷീണം കൊണ്ട് പറ്റാറുമില്ല. അപ്പോൾ സോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഒരു ബിസി ഡേ കടന്നു.
എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക. ആൻഡ് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇവൻ ഞങ്ങൾ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഒന്നും പറയത്തില്ല.